ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് രണ്ട് എക്സൽ വർക്ക്ഷീറ്റിനെ അല്ലെങ്കിൽ രണ്ട് എക്സൽ വർക്ക് ബുക്കിനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ. ഒന്നുകിൽ നമ്മൾ സിമിലാരിറ്റിക്ക് വേണ്ടിയിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ രണ്ട് ടെക്നിക്സ് ആണ് കാണുന്നത്. ഒന്ന് മാനുവലി കമ്പയർ ചെയ്യുന്നു, മറ്റൊന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുക, അതായത് സിമിലാരിറ്റീസോ ഡിഫറൻസോ ഫൈൻഡ് ചെയ്ത് അത് ഹൈലൈറ്റ് ചെയ്യുന്ന മെത്തേഡുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാൻ എൻഡിൽ പറയുന്നുണ്ട്, അപ്പോൾ എൻഡ് വരെ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ രണ്ട് എക്സൽ വർക്ക്ഷീറ്റ് ആണുള്ളത്. കമ്പയർ 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് നെയിം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്പയർ 2 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും മാച്ചസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യണം എന്നാണെങ്കിൽ എന്താ ചെയ്യുക, ഒരു വർക്ക് ബുക്ക് ആണ് കേട്ടോ ഇത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വ്യൂ ടാബിലാണ് പോകേണ്ടത്. വ്യൂ ടാബ് എടുത്തതിന് ശേഷം ഇതിൽ വ്യൂ സൈഡ് ബൈ സൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ നമ്മുടെ രണ്ട് എക്സൽ വർക്ക്ഷീറ്റുകളും സൈഡ് ബൈ സൈഡ് ആയിട്ട് അലൈൻ ചെയ്തതായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും അല്ലേ. ഇവിടുന്ന് ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റേ ഷീറ്റിലും കൂടി ഒരേപോലെ സ്ക്രോളിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ 7th റോയിലാണുള്ളത്, ഇവിടെ 7th റോയിലാണുള്ളത്. അതേസമയം നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടല്ലോ, ഇപ്പോൾ രണ്ടിലും ഒരേപോലെ സ്ക്രോളിംഗ് നടക്കും. ഒന്ന് ഞാൻ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റതും സൂം ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ക്രോളിംഗ് ഒക്കെ ഒരുപോലെ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ടാബിൽ തന്നെ നിങ്ങൾക്ക് കാണാം സിങ്ക്രണസ് സ്ക്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ട് ഡോക്യുമെന്റ്സ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പോകുന്നുണ്ടെങ്കിലും മറ്റേതിലേക്കും സ്ക്രോൾ ആയിക്കൊണ്ടേയിരിക്കും. കണ്ടല്ലോ, അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് രണ്ട് വർക്ക് ബുക്ക് തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എനിക്ക് വന്ന ഈ രണ്ട് വർക്ക് ബുക്കും വേർട്ടിക്കലി ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നിങ്ങൾക്കിപ്പോൾ ഹൊറിസോണ്ടലി ആണ് വരുന്നതെങ്കിൽ കമ്പയർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്കത് വെർട്ടിക്കലി ആക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യൂ ടാബിൽ തന്നെ അറേഞ്ച് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് നിങ്ങൾ വെർട്ടിക്കൽ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ടൈൽഡ് ആക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ആക്കാം, കാസ്കേഡ് ചെയ്യാം. എന്നിട്ട് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പയർ ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് എന്താണ്, വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് തന്നെയാണ്. അത് ജസ്റ്റ് എടുക്കുക, ദെൻ വെർട്ടിക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ രണ്ട് വർക്ക് ബുക്കിനെ കമ്പയർ ചെയ്യുന്നത് കണ്ടു അല്ലേ. ഇനിയിപ്പോൾ രണ്ട് വർക്ക് ഷീറ്റിനെയാണ് കമ്പയർ ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കമ്പയർ 1 എന്നുള്ള വർക്ക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഷീറ്റ് 1 ഉണ്ട്, ഷീറ്റ് 2 ഉണ്ട്. ദെൻ എനിക്കിത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായി വ്യൂ ടാബിൽ പോവുക. വ്യൂ ടാബിൽ പോയതിനു ശേഷം ഇവിടെ ന്യൂ വിൻഡോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഏത് വർക്ക്ഷീറ്റ് ആണോ നമുക്ക് രണ്ടാമത്തെ ആ ഒരു ഇൻസ്റ്റൻസിൽ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത്, അതായത് ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഷീറ്റ് 2 ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുക, അറേഞ്ച് ഓൾ, അതായത് വ്യൂ ടാബിൽ തന്നെ തിരിച്ചു പോവുക. അറേഞ്ച് ഓൾ എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക, വെർട്ടിക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ അടിക്കുക. കണ്ടോ, ഇപ്പോൾ ഒന്നിൽ ഷീറ്റ് 1ഉം അതേപോലെ ഇതിൽ ഷീറ്റ് 2 ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന് വർക്ക് ബുക്കുകൾ, രണ്ട് ഡിഫറെൻറ്റ് വർക്ക് ബുക്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് രണ്ട് എക്സൽ ഷീറ്റുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു വർക്ക് ബുക്കിനകത്തുള്ള രണ്ട് എക്സൽ ഷീറ്റുകൾ എങ്ങനെ അറ്റ് ദ സെയിം ടൈം വ്യൂ ചെയ്ത് കമ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വ്യൂ ടാബിൽ പോവുക, ആദ്യം ന്യൂ വിൻഡോ ക്രിയേറ്റ് ചെയ്യുക. അതിലേതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക. ദെൻ അറേഞ്ച് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് ഓപ്ഷനിലാണോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ട് വർക്ക് ബുക്കും വർക്ക് ഷീറ്റും മാനുവലി കമ്പയർ ചെയ്യുക എന്നുള്ളത് കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് രണ്ട് വർക്ക് ഷീറ്റ്സിനെ എങ്ങനെയാണ് സിമിലാരിറ്റി അല്ലെങ്കിൽ ഡിഫറൻസസ് ഫൈൻഡ് ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കമ്പയർ 1 എന്നുള്ള എക്സൽ വർക്ക് ബുക്കിൽ രണ്ട് വർക്ക് ഷീറ്റ് ഉണ്ട്, ഷീറ്റ് 1 ആൻഡ് ഷീറ്റ് 2. ഓക്കെ, അപ്പോൾ ഇതിനെ രണ്ടിനെയാണ് ഞാനിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻറ്റയർ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക. അതിൽ ന്യൂ റൂൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് ഇനി നമുക്ക് വേണ്ടുന്ന ഫോർമുല റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ ഒരു സെല്ലും ഓക്കെ, ഈ സെല്ല് A1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ $സൈൻ ആക്റ്റീവ് ആണ്, അതായത് അബ്സല്യൂട്ട് റെഫറൻസ് ആക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റണം, കാരണം നമുക്ക് എല്ലാ സെൽസുമായിട്ട് കമ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫിക്സ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫംഗ്ഷൻ കീയും F4ഉം കൂടി 3 ടൈംസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ദെൻ ഈക്വൽ ആണോ എന്നാണ് ഞാനിവിടെ കമ്പയർ ചെയ്യുന്നത്. അതായത് ഈ ഷീറ്റിലുള്ളതും രണ്ടാമത്തെ വർക്ക് ഷീറ്റിലുള്ളതും ഡാറ്റ സെയിം ആയിട്ടുള്ള ഡാറ്റ
മാത്രം ഹൈലൈറ്റ് ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വർക്ക്ഷീറ്റ് എടുക്കുക. ദെൻ അതേപോലെ തന്നെ ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും നമുക്ക് ഈ ഒരു ഡോളർ സൈൻ വേണ്ട, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ F4 പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമുക്ക് ഇഷ്ടമുള്ള ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോമാറ്റ് എടുക്കുക. ദെൻ ഫിൽ കളറിൽ ഞാനിവിടെ യെല്ലോ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരിക. അതായത് സെയിം ആയിട്ടുള്ള ഡാറ്റ കംപ്ലീറ്റും ഹൈലൈറ്റഡ് ആയി. ലിസ, മേരി, കണ്ട രണ്ടിലും സെയിം ആയി, രണ്ടിലും ഒരുപോലെയുള്ള ഡാറ്റാസ് കംപ്ലീറ്റും എന്തായി, ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സിമിലാരിറ്റി ഫൈൻഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡിഫറൻസ് ആണ് വേണ്ടതെങ്കിൽ അതും ഇതുപോലെ തന്നെ കണ്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഡിഫറൻസ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇവിടുത്തെ റൂൾസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റയർ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ എൻറ്റയർ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടീഷണൽ ഫോമാറ്റിംഗ് എടുക്കുക. ഇതിൽ ന്യൂ റൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മുടെ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ നമ്മൾ ഈ അബ്സല്യൂട്ട് റെഫറൻസ് ഒക്കെ അങ്ങ് ഒഴിവാക്കണം. ദെൻ നോട്ട് ഈക്വൽ ടു എന്നുള്ളതിന് ഈ സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. കീബോർഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഷീറ്റിൽ പോവുക. ഈ സെല്ലും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. വീണ്ടും അബ്സല്യൂട്ട് റെഫറൻസ് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. ദെൻ ഫോമാറ്റിങ്ങിൽ പോവുക. ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഓക്കെ അടിക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് മാത്രം, അതായത് ഈ ഒരു ഷീറ്റിൽ എന്താണോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അത് മാത്രം ഹൈലൈറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഷീറ്റിലാണോ നിങ്ങൾക്ക് ഹൈലൈറ്റഡ് ആയിട്ട് വേണ്ടത് ആ ഷീറ്റിൽ വെച്ചിട്ട് വേണം കണ്ടീഷണൽ ഫോമാറ്റിംഗ് എടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് എക്സൽ വർക്ക്ഷീറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.